അൾത്താരയിൽ ദിവ്യ പൂജ തുടങ്ങാൻ ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാൻ അൾത്താരയിൽ ദിവ്യ പൂജ തുടങ്ങാൻ ബലിവേദിയിൽ മെഴുതിരിനാളം തെളിക്കാൻ യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം. യേശുവിൻ്റെ സ്നേഹമോർക്കാം ഈ ബലിവേദിയിൽ അണിചേരാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. വരുവിൻ ദൈവജനമേ, ഒരുമയോടെ ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ സ്നേഹബഹുമാനമുള്ള ടോണിയച്ച സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷകനും നമുക്ക് കൂട്ടായി നിൽക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷത്തിൽ ഈ തിരുവൾത്താരയ്ക്ക് മുമ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ കരങ്ങൾ വഴി ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെയായി കഴിയുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെ എല്ലാവരെയും ഈ ബലിയിൽ കർത്താവിൻ്റെ ബലിവസ്തുക്കളോട് ചേർത്ത് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖ നമ്മുടെ കൂടെ ഇനിയും തുടർന്നും ഓരോ അവസ്ഥയിലും സന്തോഷത്തിലും ദുഃഖത്തിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കർത്താവിൻ്റെ ബലിയർപ്പിക്കുവാൻ നമ്മളെല്ലാവരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഉപേക്ഷയാലും ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും മാപ്പും മോചനവും യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യനിധിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ,
ദൈവത്തിനു മഹത്വം. ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിരാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവസൂനുവേ കർത്താവം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സോനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവു തന്നൈക്യത്തിൽ വാഴുന്ന ക്രിസ്തുവേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുതകരമായ സംവിധാനത്താൽ മാലാഖമാരുടെയും മനുഷ്യരുടെയും ശുശ്രൂഷധർമ്മങ്ങൾ അങ്ങ് ക്രമപ്പെടുത്തുന്നുവല്ലോ. സ്വർഗത്തിൽ അങ്ങേക്ക് നിരന്തരം ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖ ഭൂമിയിൽ ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അക്കാലത്ത് കർത്താവ് മേഘത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അവനോട് സംസാരിച്ചു. അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം 70 നേതാക്കന്മാരുടെ മേലും പകർന്നു. അപ്പോൾ അവർ പ്രവചിച്ചു. പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല.
എൽദാദ് മെദാദ് എന്നീ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു. അവർക്കും ചൈതന്യം ലഭിച്ചു. അവർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും കൂടാരത്തിൻ്റെ സമീപത്തേക്ക് പോയിരുന്നില്ല. അവർ പാളയത്തിനുള്ളിൽ വച്ച് തന്നെ പ്രവചിച്ചു. എൽദാദും മെദാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നുവെന്ന് ഒരു യുവാവ് ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു. ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭോ, അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സങ്കീർത്തനം. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ വിധികൾ സത്യമാണ്, അവ തികച്ചും നീതിപൂർണമാണ്. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്, ധനവാന്മാരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്ന ദുരിതങ്ങൾ ഓർത്ത് ഉച്ചത്തിൽ നിലവിളിക്കുവിൻ. നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ വസ്ത്രങ്ങൾ പുഴുവരിച്ചുപോയി. നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസം തിന്നുകളയും. അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ചു വച്ചത്. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങളിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവം സുഖലോലുപരായി ജീവിച്ചു. കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ വചനമാണ് സത്യം. ഞങ്ങളെ സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. യേശു പറഞ്ഞു, അവനെ തടയേണ്ട. ഒരുവന് എൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവൃത്തി ചെയ്യാനും ഉടനെ എന്നെക്കുറിച്ച് ദൂഷണം പറയാനും സാധിക്കുകയില്ല. നമുക്ക് എതിരല്ലാത്തവൻ
നമ്മുടെ പക്ഷത്താണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത്. ഒരു വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് മുറിച്ചു കളയുക. നിന്റെ കണ്ണുമൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളുമുള്ളവനായി പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ മാർക്കോസ് സുവിശേഷകൻ നമുക്ക് നൽകുന്ന സന്ദേശം വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ തിന്മകളെയും വെട്ടിമാറ്റുവിൻ. നന്മയിലേക്ക് വളരുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്നവയൊക്കെ വെട്ടിമാറ്റുവിൻ. ഇന്നലെ വൈകുന്നേരത്തെ കുർബാനയുടെ ചില ഭാഗങ്ങൾ TV-യിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ സുവിശേഷ പ്രസംഗം നടത്തിയ ഡയസ് വലിയ മരത്തിങ്കൽ അച്ഛൻ വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രാർത്ഥനയോടുകൂടെയാണ് തൻ്റെ സന്ദേശം നൽകിയത്. അദ്ദേഹം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുവിൻ: തിന്മയുടെ ശക്തികൾക്കെതിരെ വാളുയേന്തി നിൽക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖയെ, എൻ്റെ ജീവിതത്തിൽ കടന്നുകൂടുന്ന പൈശാചികതയെ, തിന്മയുടെ ശക്തികളെ മൂർച്ചയേറിയ വാളിനാൽ വെട്ടിമാറ്റണമേ എന്ന്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള വരാനിടയുള്ള എല്ലാ തിന്മകളെയും വെട്ടിമാറ്റണമേ, അതിന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ അച്ഛൻ പറഞ്ഞ സമയം ഈ സുവിശേഷ ഭാഗം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വെട്ടിമാറ്റുവാൻ, തിന്മയുടെ ശക്തിയെ, വിശ്വാസത്തിന് ഭംഗം വരുന്നവയെ വെട്ടിമാറ്റുവാനുള്ള ഒരു ആഹ്വാനം അച്ഛൻ നൽകിയെങ്കിൽ നമുക്ക് തുടർന്നുള്ള ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇത് തന്നെയാണ്: വിശുദ്ധ മിഖായേൽ മാലാഖയെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, തിന്മയെ നേരിടുവാൻ ശക്തിപ്പെടുത്തണമേ എന്ന്. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപത്തിൽ വാളേന്തി നിൽക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ നമുക്കൊരു തുണയാണ്, ശക്തിയാണ്. എന്താണ് ഈ വാൾ? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാൾ വചനമാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് വചനമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ വാൾ ദൈവവചനമാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തി അത്രമാത്രമാണ്. ദൈവവചനമാകുന്ന വാളേന്തി നിൽക്കുന്ന മാലാഖ നമ്മളെ ഓരോരുത്തരെയും തിന്മയുടെ ശക്തിയെ നേരിടുവാൻ ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ട് സാധിക്കുമെന്നൊരു ഉറപ്പ് കൂടി നമുക്ക് നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നമ്മളൊക്കെ മുറിയപ്പെടേണ്ടത്? ഈ വചനത്തിൻ്റെ വാളാൽ മുറിയപ്പെടേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമതായി ദൈവനാമവും ദൈവ സ്വഭാവവും നമുക്ക് തിരിച്ചു കിട്ടുവാൻ. നമ്മളെല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ്, ദൈവ സ്വഭാവത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവ സ്വഭാവത്തിനും ദൈവ ഛായയ്ക്കും ഭംഗം വരുത്തുന്ന തിന്മയുടെ ശക്തിയെ നേരിടുവാൻ, അതിനെ വെട്ടിക്കളയുവാൻ വേണ്ടി നമുക്ക് ഉള്ള ഒരു ആയുധം വചനമാണ്. വചനം ഏറ്റുപറയുകയും വചനത്തിൽ ജീവിക്കുവാനായിട്ട് തുടങ്ങുകയും ചെയ്യുമ്പോൾ തിന്മയുടെ ഏത് ശക്തിയെയും നേരിടുവാനായിട്ട് സാധിക്കും എന്ന് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ മനുഷ്യ സ്വഭാവവും നമ്മുടെ ദൈവത്തിലുള്ള നാമവും തിരിച്ചു കിട്ടുവാൻ വേണ്ടി നമുക്കറിയാം 3 പ്രധാന മാലാഖമാരുടെ പേരുകൾ: മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ. ഇങ്ങനെ 3 പേരുകളുടെയും അവസാനം ഏൽ എന്നൊരു വാക്കുണ്ട്. മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ. ഏൽ എന്ന പദത്തിന് അർത്ഥം ദൈവം എന്ന് തന്നെയാണ്. ദൈവത്തിൻ്റെ നാമം തന്നെ അവരുടെ പേരുകളിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിതത്തിലുമൊക്കെ ദൈവ സ്വഭാവവും ദൈവ നാമവും ഉൾച്ചേരുമ്പോൾ അതാണ് നമുക്ക് ശക്തിയായിട്ട് മാറുക. വിശുദ്ധ മിഖായേൽ മാലാഖയെ പോലെ ദൈവ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുവാനും ദൈവ ഛായയിലേക്ക് തിരിച്ചു വരുവാനും നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളെയും വെട്ടിമാറ്റണമേ എന്ന് മിഖായേൽ മാലാഖയോട് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായി നമ്മൾ മുറിയപ്പെടേണ്ടത് ദൈവ സന്ദേശം വഹിക്കുന്നവരായിട്ട് മാറുവാനാണ്. മാലാഖമാരുടെ ദൗത്യം അത് തന്നെയാണ്, ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുക എന്നത്.
അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുവാൻ മാലാഖമാരെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം ഇത് തന്നെയാണ്. വചനത്താൽ മുറിയപ്പെട്ട് ദൈവ സന്ദേശം മറ്റുള്ളവർക്ക് നൽകുന്നവരായിട്ട് മാറുവാൻ, സുവിശേഷം നൽകുന്നവരായിട്ട് മാറുവാൻ, നല്ല വാർത്ത നൽകുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാവിൽ നിന്നും നല്ലത് വരുവാൻ നമുക്ക് സാധിക്കണം. നല്ലത് വരുന്ന നമ്മുടെ മാതാപിതാക്കളൊക്കെ പലപ്പോഴും കുറഞ്ഞു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദുരന്തമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ സേവനം ചെയ്യുന്ന ഇടവകയിൽ ഒരു അമ്മച്ചിയുണ്ട്. 60-65 വയസ്സ്, 70-നടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീ. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രമേ ഉള്ളൂ. 12 വയസ്സായപ്പോൾ ആ സ്ത്രീയുടെ മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരിച്ചു പോവുകയാണ്. ഈ സ്ത്രീ 12 വയസ്സുള്ള ആ കുട്ടിക്ക് അതിന് താഴെയായി 2 പെൺകുട്ടികളുണ്ടായിരുന്നു. പിന്നീട് അവർക്ക് അപ്പനും അമ്മയുമായി ഈ സ്ത്രീ അവരുടെ കൂടെ ആയിരിക്കുകയും അവരെ വളർത്തി വലുതാക്കി നന്നായി പഠിപ്പിച്ച് അവർക്ക് നല്ല ജോലിയൊക്കെ വാങ്ങി അവരുടെ വിവാഹം കഴിഞ്ഞ് ഇവർ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് ഇവരുടെ അരയ്ക്ക് കീഴേക്ക് തളർന്നു പോവുകയാണ്. തളർന്നുപോയി ഈ 65 വയസ്സോളം പിന്നീട് ഈ തളർന്ന് ഒരു വീൽ ചെയറിൽ ഇങ്ങനെ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടുകയാണ്. ഞാനിടയ്ക്ക് കുർബാനയ്ക്ക് ഒരു മാസത്തിലൊരിക്കൽ കുർബാനയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ഈ സ്ത്രീ വളരെ പ്രസന്നതയായിട്ട് നിൽക്കുന്ന സ്ത്രീ പറയുന്ന കാര്യം ഇതാണ്: എൻ്റെ അച്ഛ, എൻ്റെ ദൗത്യം ഇതായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ ദുരന്തങ്ങൾ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുവാനാണ്. എന്തു തന്നെ സംഭവിച്ചാലും സാരമില്ല, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ട് എന്ന് തിരിച്ചു പറയുവാൻ, ആ ഒരു ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ കാഴ്ചവെക്കുവാൻ സാധിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സന്ദേശം. പ്രിയമുള്ളവരെ, നമുക്ക് ഇങ്ങനെ ഒരു ഏത് അവസ്ഥയിലും ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ ദൈവമേ, നീ എന്നിൽ ആഗ്രഹിക്കുന്നത് നിറവേറുവാൻ എന്നെ സഹായിക്കണമേ, എന്ത് തന്നെ സംഭവിച്ചാലും ദൈവം അറിയാതൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്ന ചില പഴയ മാതാപിതാക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളോട് പലപ്പോഴും മാതാപിതാക്കളോട് ചോദിച്ചാൽ എങ്ങനെയാണ്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദുരന്തങ്ങളാണെങ്കിലും പറയും സുഖമാണ് അച്ഛാ, സുഖമായിരിക്കുന്നു, ദൈവത്തിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നു. അത് ഏറ്റവും വലിയ ശക്തമായ വാക്കാണ്, ദൈവത്തിൻ്റെ കൃപയാൽ സുഖമായിരിക്കുന്നു. ആ ഒരു ജീവിതം മറ്റുള്ളവർക്ക് മുമ്പിൽ ജീവിക്കുന്ന ഏറ്റവും സുന്ദരമായ ജീവിത മാതൃക നൽകുന്ന ജീവിതമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വചനത്താൽ മുറിയപ്പെട്ട് നല്ല സന്ദേശം ജീവിക്കുന്ന, നല്ല സന്ദേശം പറയുന്നവരായിട്ട് മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിൻ്റെ സമയത്തും മരണസമയത്തും മരണത്തിനപ്പുറവും നമ്മുടെ കൂടെ സംരക്ഷണമായി നിൽക്കുന്ന വിശുദ്ധ മിഖായേൽ മാലാഖ തിന്മയുടെ എല്ലാ ശക്തികളെയും നേരിടുവാൻ നമ്മളെ സഹായിക്കട്ടെ. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളെ, നമ്മുടെ മക്കളുടെ ജീവിതത്തെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് അവരെ എപ്പോഴും വചനത്തിൻ്റെ വാളാൽ വെട്ടിയൊരുക്കി ദൈവത്തിൻ്റെ പ്രിയ മക്കളായി വളരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ഈ വചനത്താലും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്താലും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ വിശ്വാസം നമുക്കൊന്നു ചേർന്ന് പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗ്ഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്നും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ ദൈവകരങ്ങളിലേക്ക് വിശ്വാസപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവെ, അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മാനവകുലത്തെ മുഴുവനായും പ്രത്യേകിച്ച് കത്തോലിക്ക തിരുസഭയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങ് ഭരമേൽപ്പിച്ചിരിക്കുന്ന രക്ഷാകര ദൗത്യത്തിൽ അനുദിനം മുന്നേറിക്കൊണ്ട് എല്ലാ സഭാതനയരെയും അങ്ങയുടെ ഉത്തമ സാക്ഷികളാക്കി മാറ്റുവാൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനെയും മറ്റെല്ലാ സഭാപാലകരെയും പ്രാപ്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഓരോ അവയവങ്ങളും ആയുരാരോഗ്യവും ഞങ്ങൾക്ക് തന്നെയോ അപരൻ്റെ ഇടർച്ചയ്ക്കോ കാരണമായി തീരാതെ അതിൻ്റെതായ പവിത്രതയിലും വിശുദ്ധിയിലും കാത്തു സൂക്ഷിക്കുവാനും അന്യർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിക്കുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയെയും എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ പരിപാലനയുടെ തണലിൽ നിരന്തരം കാത്ത് സംരക്ഷിക്കണമേ. തലമുറകളായി പകർന്നു കിട്ടിയ വിശ്വാസ ചൈതന്യവും തീക്ഷ്ണതയും കെട്ടുപോകാതെ അങ്ങേ സ്നേഹാനുഭവം മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നവരായി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയുടെ നാമത്തിൽ ചെയ്യുന്ന ഓരോ ചെറിയ നന്മ പ്രവർത്തിക്ക് പോലും പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ദൈവമേ, സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും, ഏറെ പ്രത്യേകമായി കോവിഡ് മഹാമാരിക്കെതിരെ പൊരുതുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും അങ്ങേ അനുഗ്രഹാശിസുകളാൽ നിറക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ സമാധാനത്തിൽ നിദ്ര പ്രാപിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്കും, പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാത്തവർക്കും, ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്നവർക്കും പാപപ്പൊറുതി നൽകി നിത്യാനന്ദത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കുവാൻ കനിവുണ്ടാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെയും ഈ സമയം വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ ദൈവകരങ്ങളിലേക്ക് ഈ അൾത്താരയിൽ അർപ്പിക്കുന്ന അപ്പത്തിനും വീഞ്ഞിനോടും ചേർത്ത് നമുക്ക് വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ ഞങ്ങൾ യാചിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും അങ്ങേ സന്നിധിയിൽ സ്വീകരിക്കുവാൻ കനിയണമേ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അബ്രാമിൻ ബലി പോലെ ആബേലിൻ ബലി പോലെ സ്വീകരിക്കണമേ. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. വിധവതൻ കൊച്ചു കാശു പോലെ ജീവിതം കാണിക്കയായി നൽകിടാം. ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം, ശ്രേഷ്ഠത നിറയും നിന്നുടെ നാമം ഘോഷിച്ചിടാനിൻ അധരം
തുറന്നിടണേ. ഈ നാദമെന്നും നിന്ദാനമല്ലേ. ഹൃദയപൂർവം ഈ കാഴ്ചകളെ നൽകിടാം ഞാനിതാ തിരുസവിധേ. സഹോദരരെ, ഞങ്ങളുടെയും നിങ്ങളുടെയും ബലി സർവ്വസന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, കേണപേക്ഷിച്ചുകൊണ്ട് ഈ സ്തോത്ര ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ശുശ്രൂഷയാൽ അങ്ങേ മഹിമാവിന്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്ന ഈ ബലി പ്രീതിയോടെ സ്വീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. പരിശുദ്ധനാം ദൈവമേ, സർവശക്ത ജഗൽ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമലവേദിയിൽ മാനുഷ പാപങ്ങളേന്തി മരിച്ചനാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്ത് മേവിടൂം ഈ ജനം ആർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരുഘോഷിക്കുന്നു. നിൻവരവങ്ങനെ പ്രത്യാശയോടിവ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകൻ മാലാഖമാ, ദിവ്യപ്രതാപനം അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ.
ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. കർത്താവിൻ തിരുനാമമതിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന. സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയേണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ മിഖായേൽ മാലാഖയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്കാലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നൊരാഹാരമിന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർ തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും
ഇപ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തെ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപങ്ങളിൽ നിന്നും മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാർ അരുളിച്ചത് കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കും ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ വിരുന്നിനാ ക്ഷണിതാക്കളെ നിങ്ങൾ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്നിൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ, ആത്മാവ് സുഖമാകുവാൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ.
രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ഇടയവഴിയിൽ നീ അഭയമരുളോ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ, ക്രൂശിൽ പിടഞ്ഞ വേളയിൽ നാഥൻ ചൊരിഞ്ഞ ചോരയിൽ ബലിദാനമായിതാ തിരുജീവനേകിനി. ബലിദാനമായിതാ തിരുജീവനേകിനി. കേഴുന്നു ഏകാകി ഞാൻ നാഥാ നീ കനില്ലയോ. കണ്ണീരും പോകുന്നിതാ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ, നീറും മനസ്സിനേകിനി സ്നേഹം നിറഞ്ഞ വാക്കുകൾ. ശരണാർത്ഥിയായിതാ തിരുജീവനേകി ഞാൻ, ശരണാർത്ഥിയായിതാ തിരുജീവൻ തേടി ഞാൻ. പാടുന്നു ഏകാകി ഞാൻ നാഥാ നീ കേൾക്കില്ലയോ. കാരുണ്യം ചൊരിയില്ലയോ രക്ഷക എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ. യേശുവേ എന്നും നീതിമാന്റെ മാർഗം നൽകണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ അപ്പത്താൽ പരിപോഷിതരായി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഈ ഭോജനത്തിന്റെ ശക്തിയാൽ ബലം പ്രാപിച്ചു ഞങ്ങൾ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ വിശ്വസ സംരക്ഷണത്താൽ രക്ഷാമാർഗത്തിലൂടെ സുധീരം മുന്നേറുമാറാകട്ടെ.
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും തിരുനാളിൻ്റെ നല്ല ദിനം നേരുകയാണ്. നമുക്ക് വേണ്ടി തിരുനാൾ ദിനത്തിൽ ഇന്നത്തെ ഈ ദിവബലിയിൽ മുഖ്യ കാർമ്മികനായിട്ട് വന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രവീൺ കുരിശിങ്കൽ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നിങ്ങളിൽ കുറേ പേർക്കെങ്കിലും അച്ഛനെ പരിചയം ഉണ്ടാവും. അച്ഛനിപ്പോൾ റോമിൽ തൻ്റെ ഡോക്ടറേറ്റ് പഠനത്തിലാണ്. നമ്മുടെ ഇവിടെയുള്ള ഓടത്തുംപറമ്പിൽ ജോയപ്പൻ്റെ അളിയനാണ്, അത് സോഫിയയുടെ സഹോദരനാണ്. നമ്മുടെ പ്രവീൺ അച്ഛൻ വളരെ കരുതലോടുകൂടി എപ്പോഴും നമ്മുടെ ദേവാലയത്തിൽ കടന്നു വരുന്നത്. ഇന്ന് അച്ഛൻ പ്രത്യേകമായിട്ട് തൻ്റെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റാത്തതൊക്കെ വെട്ടിമാറ്റണം, അത് വചനത്തിൻ്റെ വാൾമുന കൊണ്ട് തന്നെ ആയിരിക്കണം എന്നൊക്കെ ഓർമ്മപ്പെടുത്തി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും നന്മ നേരുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ അച്ഛന് സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവീൺ അച്ഛന് എല്ലാവരുടെയും പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം നേരുന്നു. വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. കരുണ നിറഞ്ഞവനെ താതാ അലിവു ചൊരിഞ്ഞിടണേ. പരമദയാനിധിയേ കൃപയാൽ അരുളുമു നീദാസനിലഭയം. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വേദന നീക്കണമേ. എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വേദന നീക്കണമേ. പാപവും രോഗവും കൈമുതലായി പാപി ഞാൻ അണയുന്നിതാ. ആധിയും വ്യാധിയും മനം നിറയെ കഥനങ്ങൾ പെരുകുന്നിതാ. എന്റെ വികാര വിചാരതലങ്ങൾ കനിവിൻ താതാ അറിയണമേ. എന്റെ വികാര വിചാരതലങ്ങൾ കനിവിൻ താതാ അറിയണമേ. ഞങ്ങൾക്കായി നീ എന്നും പ്രാർത്ഥിക്കണേ. വിശുദ്ധ മിഖായേലേ, വിശുദ്ധ മിഖായേലേ, നിന്റെ കാൽത്താരിൽ നിൽക്കുന്നിവർ കനിയേണമേ.
വിശുദ്ധ മീഖായേലേ, വിശുദ്ധ മീഖായേലേ, നിന്റെ കാൽത്താരിൽ നിൽക്കുന്നവർ കനിയേ